ഇന്നലെ നമ്മുടെ വെടിയുണ്ടകൾ വായിച്ച റീഡ്സ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇന്നലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സൈലൻസറിലൂടെ അത്രയും പുക വരാനുള്ള കാരണം എന്നുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് ഓയിൽ കൺസപ്ഷൻ കൂടുതലാണ്. അതായത് നമ്മളൊരു വാഹനത്തിന് പുതിയൊരു ഓയിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ ഇതിൽ 10,000 കിലോമീറ്ററിന് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യല്ലേ. പക്ഷേ ഈ ഒരു വാഹനം ഒരു 3,000 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റ് തീർന്നു പോകും. ഇത് ഫ്യൂലിൻ്റെ കൂടെ, അതായത് ഡീസലിൻ്റെ കൂടെ ഇതിൻ്റെ ഓയിലും കൂടി, എഞ്ചിൻ ഓയിലും കൂടി കത്തിയിട്ടാണ് സൈലൻസറിലൂടെ പുക വരുന്നത്. അപ്പോൾ ആ ഓയിലും കൂടി കൺസംഷൻ കൂടുതലുള്ളതുകൊണ്ട് അത്രയും പുക നമുക്ക് സൈലൻസറിലൂടെ ലഭിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എഞ്ചിൻ പണിയായിട്ടുള്ളൊരു വാഹനമാണ്, എഞ്ചിൻ ഓയിൽ കൺസംഷൻ കൂടുതലൊരു വാഹനമാണ്. പക്ഷേ ഇത് ഓടിക്കാനൊന്നും ഒരു കുഴപ്പമുണ്ടല്ലോ, എത്ര കിലോമീറ്റർ ആണെങ്കിലും വാഹനം ഓടിക്കോളും, ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഓയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഓയിലിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ദിവസം പണിയാനുള്ളൊരു വാഹനമാണ്. എഞ്ചിന് മൊത്തം അഴിച്ചിട്ട് ഇത് മൊത്തം റീവർക്കുകൾ മൊത്തം ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 10-40 രൂപ റേഞ്ചിലൊക്കെ ഇതിനകത്ത് കോസ്റ്റ് വരുന്നത്. അത്തരത്തിൽ വർക്ക് എടുക്കാൻ ഒരു 10-40 രൂപയ്ക്കാണ് സാധാരണ ഇതിൽ കോസ്റ്റ് വരല്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ അപ്ഡേഷൻ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. നമുക്ക് 2 SUV സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. 2 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം, 2022 മോഡലിൽ നിൽക്കുന്ന ഒരു വാഹനം, 2020 മോഡലിൽ നിൽക്കുന്ന വാഹനം. റിനോൾട്ടിൻ്റെ ഡസ്റ്റർ 2020 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള, കാണാൻ തന്നെ ഡസ്റ്ററിൽ ഏറ്റവും കൂടുതൽ മുഞ്ചുള്ള വാഹനം എന്ന് പറയാൻ പറ്റും. കാരണം ആ ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ ക്രോം ഫിറ്റിംഗ്സും അതേപോലെ കിടിലൻ അലോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണിൽ നിൽക്കുന്ന ഒരു ഡസ്റ്റർ. അത് ഫ്രണ്ടിൽ ആ ഗ്രില്ലിൻ്റെ ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു മസിലളിയൻ്റെ ഒരു ഫീല് ലഭിക്കുന്നുണ്ട്. 9 പാലക്കാട് രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കിയാൽ നിങ്ങൾ ആരും ഇത്രയും ഒരു ഡിസൈൻ പാറ്റേൺ കൂടിയിട്ട് ഒരു ഡസ്റ്റർ നിങ്ങൾ നിരത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കാരണം 2020 ഇത്രയും ഒരു മോഡിഫിക്കേഷൻ, അത്രയും ഒരു കാണാൻ ഭംഗിയുള്ള ഡസ്റ്ററാണ് റിനോൾട്ട് വാഹനം നിരത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ആ ഫോഗ്ലാമിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ക്രോം ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. 2020 മോഡലിൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 44,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. RXZ എന്ന വേരിയൻ്റാണ്. RXZ ആയതുകൊണ്ട് തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ്, AC സ്റ്റിയറിംഗ് കൺട്രോൾ, ഡി ടൈപ്പ് സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കിംഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. ബാക്കിലേക്ക് ആണെങ്കിൽ ബാക്ക് ഇപ്പർ ഇരുന്നു, അതേപോലെ ഡിഫോഗർ ഇരുന്നു. അങ്ങനെ ഒരു വാഹനത്തിൽ അത്യന്താവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി സെയിം നമ്മൾ നേരെ ഇന്റീരിയർ ഭാഗത്തേക്ക് കയറണമെന്നുണ്ടെങ്കിലും ആ ഒരു സീറ്റിംഗ് പൊസിഷനും സീറ്റിങ്ങിൻ്റെ ആ ഒരു സ്റ്റിച്ചും ഡിസൈനിങ്ങും എല്ലാം വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ ഒരു ചായ കുടിച്ചൊരു കപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഇന്റീരിയറിൻ്റെ ആ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബ്ലൂ ലൈനിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മൊത്തത്തിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് പോയി സ്റ്റിയറിംഗ് വീൽ, ഒരു ഡി ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഡി ടൈപ്പ് തന്നെ ഉള്ളത് ഒരു ചെറിയ രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ക്രോം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഗിയർ നോബിൻ്റെ ഭാഗത്തും ആ ഒരു ക്രോം എലമെന്റ്സ് വന്നിട്ടുണ്ട്. മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ടെമ്പറേച്ചർ സെറ്റിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്വിച്ചസൊക്കെ പുതിയതായിട്ട് ഒരു സ്വിച്ചസും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ള ഇന്റീരിയറും എക്സ്റ്റീരിയറും അതിമനോഹരമായിട്ടുള്ള ഒരു വാഹനം. അതാണ് റിനോൾട്ടിൻ്റെ 2020 മോഡലിൽ നിൽക്കുന്ന ഈ ഡസ്റ്റർ. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. ഇനി നിസാനിലേക്ക് വരികയാണെങ്കിൽ നിസാൻ്റെ മാഗ്നറ്റ് എന്ന വാഹനം 2022 മോഡൽ എക്സൽ എന്ന പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ 47,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. L07 എറണാകുളം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. എക്സൽ എന്ന വേണ്ടി അതിന് 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 1000 cc നിൽക്കുന്ന ഒരു വാഹനമാണ്. ആവറേജ് ടയർ കണ്ടീഷൻ നിൽക്കുന്നു. അങ്ങനെ ബേസിക്കലി അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള പെട്രോൾ ഒരു 13-14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു വാഹനം സ്വന്തം 6,25,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 കോമ്പാക്ട് SUV സെഗ്മെന്റിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം ഞങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നോർമൽ റണ്ണിങ്ങൾ സാധാരണക്കാർക്ക് പറ്റിയുള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നത്. ഡീസൽ എഞ്ചിൻ അധികം കൂടുതൽ റണ്ണിങ്ങൾ ഡെയിലി ബേസ് ഒരു 100-200 കിലോമീറ്റർ ഒക്കെ റണ്ണിങ് ചെയ്യാനുള്ളവർ ഡീസൽ എഞ്ചിൻ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഇത് സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള സാധാരണ റണ്ണിങ്ങിന് സാധാരണ അവരുടെ പേഴ്സണൽ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള വാഹനങ്ങളാണ് ഞാൻ ഒട്ടുമിക്ക വാഹനങ്ങളും പരിചയപ്പെടുന്നത്. അപ്പോൾ അത്തരക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പർ ബുക്കിങ്ങിനും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ, പേജ് ഫോളോ മറക്കല്ലേ.